ഇന്ന് വളരെ വിഷമത്തോടെ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. ഞാനും അക്കീറും സെപ്പറേറ്റ് ആവാൻ വേണ്ടി പോവാണ്. വി ആർ ക്വിറ്റിംഗ്. സോ അക്കീർ വിൽ ബി alone. See you from okay. Best of luck for your Bhutan journey. ഒറ്റക്ക് ഭൂട്ടാനിൽ പോവാണ്. Thank you so much for last 23 days. No problem. And thank you so much for riding for the last two days. കേരള, ഭൂട്ടാൻ, നാഗാലാൻഡിലെ 22ാമത്തെ ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നേപ്പാളിലൊക്കെ പോയി തിരിച്ചെത്തി. രാത്രി ഇവിടെ കിടന്നുറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. ഇപ്പം സമയം രാവിലെ 10 മണിയാണ്. നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാത്തതിൻ്റെ കാരണം നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ ഇവിടുന്ന് ഇനി ഭൂട്ടാനിലോട്ടാണ് പോകേണ്ടത്. വെറും 150 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ഇനി ഭൂട്ടാനിലോട്ട്. അപ്പോൾ ഭൂട്ടാനിലോട്ട് കയറണമെങ്കിൽ ഒന്നെങ്കിൽ ഇന്ത്യൻ വോട്ടർ ID വേണം നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് വേണം. ലൈസൻസും ആധാറും നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ബോർഡറിൽ വാലിഡ് പ്രൂഫായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഞാൻ കേരളത്തിൽ നിന്ന് ഈ നമ്മൾ നിൽക്കുന്ന ഈ ഫ്ലാറ്റിലോട്ട്, അതായത് സിലിഗുരിയുള്ള ഫ്ലാറ്റിലോട്ട് അയപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്കീറും അതേ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ ഓൻ്റെ ID പ്രൂഫ് അവിടുന്ന് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പം രണ്ടും ഇന്ന് എത്തുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് തന്നെ ഇറങ്ങും, അല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോകുന്നത് വർക്ക്ഷോപ്പിലോട്ടാണ്. ഈ വണ്ടീൻ്റെ ഗിയർ ഉണ്ടല്ലേ, നോർമലി ഗിയർ ഇങ്ങനെയല്ലേ കിടക്കൽ, ഇതുണ്ടാവും. ഇത് എത്ര വേണമെങ്കിലും തിരിയും. അപ്പോൾ ഇതിങ്ങനെ നാശമായി കിടക്കുകയാണ്. ഇതെന്താ അറിയില്ല, ഇവിടെ എന്തോ ലൂസായി എന്നാണ് അക്കീർ പറയുന്നത്. അപ്പോൾ ഞങ്ങളത് പോയിട്ട് റെഡി ആക്കട്ടെ. ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് ഇതെന്താ പ്രശ്നം എന്നുള്ളത് നോക്കണം. പിന്നെ വണ്ടീൻ്റെ എൻജിൻ ഓയിലൊന്ന് നോക്കണം. അപ്പോൾ ഏകദേശം 2600-700 കിലോമീറ്റർ ഓടി. അപ്പം ഓക്കെ ആണോ നാഗാലാൻഡിൽ എത്താൻ, അവിടെ എത്തിയിട്ട് ചേഞ്ച് ചെയ്താൽ മതിയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ഒരു മിറണ്ട എന്ന് പറയുന്ന ഒരു ഗാരേജ് ഉണ്ടെന്ന് ഇന്നലെ 2 മലയാളികൾ എന്നെ രാത്രി ഇവിടെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് കാണിച്ചിട്ട് വരെ ഗൈസ്. മേരാ ഹിന്ദി കഥം. സോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഗിയർ റെഡി ആവുന്നില്ല. I think because of the vibration maybe. That guy really, I just mismeant that bike. I thought he... Yes. I thought you almost right. Almost kadam. It's going back. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടോ. ഇത് ശരിക്കും മുന്നോട്ടല്ല വരിക, നല്ല നമുക്ക് കൈ ഇതുണ്ടോ, ഇതിങ്ങനെയാണ് സൈഡോട്ട് ഗിയർ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. എന്തോ റേഞ്ച് വെച്ചിട്ട് ഒരു സെറ്റപ്പ് ആക്കാണ് പുള്ളി. മൂപ്പര് വിചാരിച്ച പോലെ ഒന്നും പെട്ടെന്ന് നടക്കാൻ ചാൻസ് ഇല്ല. കുറച്ച് പണിയെടുക്കണം. പൊട്ടിക്കോ? അത് പേടിയാണ് അയാളത് പൊട്ടിക്കുമെന്നുള്ളത്. ഗിയറിൻ്റെ പ്രശ്നം ഒരുവിധം നമ്മൾ തീർത്തിട്ടുണ്ട്. പുള്ളി പറയണത് ഇത് ഇടയ്ക്കിടയ്ക്ക് ലൂസാവും, ജീപ്പല്ലേ അതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇപ്പം പിന്നെ മൂപ്പര് ഒരുവിധം മൂപ്പര് ഇത് ടൈറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ലൂസാവും, ജീപ്പാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാണ് പുള്ളി പറയണത്. ഇനി നമ്മളിത് ഹോൺ റിലേ കട്ട് കർ ദിയ. എൻ്റെ ഹിന്ദിയൊക്കെ കഴിഞ്ഞു. क्यों काटे इसको? इसका क्या हुआ, जब गाड़ी बंद होता है हॉर्न बजता है, जब गाड़ी स्टार्ट होता है हॉर्न नहीं बजता है. बजाओ तो. नहीं
बाद जो फिर निकला था ना DI टर्बो ऐसे आता था। പടച്ചോനെ പുള്ളി അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. So guys, horn ready. Ha. Ready है guys? Ready. 10 minutes. പുള്ളി റെഡി ആക്കിയിട്ട് 10 മിനിറ്റ് കൊണ്ട് സംഗതി റെഡി. When it is off also is on. Yes, direct कर दिया I think so. इसका क्या तारीख हो गया? तारीख बना दिया? डायरेक्ट तो मैं पहले से हम तो कुछ लाइन कुछ नहीं किए। नहीं ये पहले ऐसे ही है। ऑफ करने से भी पछताए था अभी। I think before also is like that. really? हम तो कुछ नहीं किए, जैसे था ऐसे ही है। सिर्फ हम फ्यूज डिस्टर्ब था, फ्यूज बना दिया। ऐसे ही था ना पहले से ही। I think so. I think so yeah. maybe. हाँ? हम लाइन इधर उधर कुछ नहीं किए, Okay. जैसा है ऐसे ही है। Okay, ठीक. अब അതെന്തായാലും റെഡി ആയിട്ടുണ്ട്. You ask him how much? कितना होगा भैया? 100. 100. गूगल पे? Google Pay ना? I സോ ഗൈസ് എൻ്റെ എഞ്ചിനയിൽ കൂടി നോക്കുകയാണ് നിങ്ങൾ. ഇപ്പോൾ 2800 കിലോമീറ്റർ ഓടിയല്ലോ. ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്ന് നോക്കുക. भूटान जाने वाला है ना, इसलिए थोड़ा टाइम का थोड़ा अच्छा है, ठीक है, चलेगा चलेगा. अभी. और कितना चलेगा? चलाइए ना, कम से कम 10,000 हाँ, कम नहीं है ना? 4-5 means 5,000. गारंटी? गारंटी कम नहीं है ना मोबाइल ना? ठीक है ठीक है. मैक्सिमम मिनिमम। ഓക്കെ ടീക്ക് ഗൈസ്, അതും സമാധാനമായി. അതായത് എൻജിൻ ഓയിലും കൃത്യമായിട്ട് വണ്ടിയിലുണ്ട്. വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോയി നന്നാക്കി നമ്മൾ തിരിച്ചു വന്ന് കുളിച്ച് മാറ്റി ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം വൈകിട്ട് ഒരു 3 മണിയൊക്കെയാണ് സമയം. നമ്മളിന്ന് കൊഷോങ് എന്ന് പറഞ്ഞ ഒരു ഹില്ലി ഏരിയ ഉണ്ട് ഇവിടെ. അതായത് ഡാർജിലിങ്ങിലോട്ട് പോകുന്നിടത്ത് ഇവർ പറഞ്ഞ് ഇവർക്ക് എന്തായാലും ഒരു വർക്ക് ഉണ്ട് അവിടെ. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കൂടി കൂട്ടി. അപ്പം അതും കാണാം. ഇവിടുന്ന് ഏകദേശം 31 കിലോമീറ്റർ മാറിയിട്ടാണ്, പക്ഷേ 1 മണിക്കൂർ എടുക്കും. കാലാവസ്ഥ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം അതിനുശേഷം ഇവർക്ക് ഇവിടെ വന്നിട്ട് ഫുട്ബോൾ കളിക്കണം. അപ്പം മൊത്തത്തിൽ ഇന്നൊരു ബിസി ഡേ ആണ്. അപ്പോൾ അതിനും ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് കൊഷിയോങ്ങിൽ പോയിട്ട് കൊഷിയോങ്ങിലെ കാഴ്ചകൾ കാണാം. അവിടെ നല്ല മോമോസ് കിട്ടും, നല്ല ചായ കിട്ടും. ഡാർജിലിംഗ് ടീ പൗഡറും ടീയും ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ കഴിക്കാം. നേപ്പാളികളാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ നേപ്പാളി മോമോ കിട്ടും സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ പോയിട്ട് കഴിക്കാം. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡാർജിലിംഗ് സിലിഗുരി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ബീഫ് മോമോ ഒന്നും ചോദിക്കരുത്. ബഫ് എന്ന് ചോദിക്കണം. ബഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബഫലോ. ഒരിക്കലും ഇവിടെ ഉള്ളവർ ബീഫ് കഴിക്കില്ല, അതായത് കൗ കഴിക്കില്ല. അപ്പോൾ ചിക്കൻ, മട്ടൻ, പോർക്ക്, പിന്നെ ബഫ് അങ്ങനെ വേണം ചോദിക്കാൻ കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വീര. ലെറ്റ്സ് ഗോ. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow. ഞാനിങ്ങനെ സംസാരിച്ചാൽ സൗണ്ട് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ സംസാരിച്ച് നോക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം നല്ലൊരു അടിപൊളി കുഞ്ഞ് റോഡ് കൂടെയാണ് വന്നത്. ഒരു 2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു റോഡ്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആർമി ക്യാമ്പ് ഉണ്ട്. മെയിൻ ആർമി ക്യാമ്പ് ഉണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം ആർമി ക്യാമ്പ്. നല്ല ഭംഗിയുള്ള സ്ഥലത്തോട്ട് ആർമി ക്യാമ്പ്. ഭയങ്കര ക്ലീൻ ആൻഡ് ഭംഗി. അതുപോലെ തന്നെ നിങ്ങൾക്ക്
സിലിഗുരിയിൽ നിന്ന് ഡാർജിലിങ്ങിലോട്ടൊക്കെ വരണമെങ്കിൽ ഇവിടെ നല്ല ടാറ്റാ സുമോണ്ട് 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗിൽ എത്തിക്കും. അതുപോലെ ഡാർജിലിംഗിൽ നിന്ന് തിരിച്ച് സിലിഗുരിയിൽ എത്തിക്കും. ഇനി നിങ്ങൾക്ക് അത്ര പൈസ വേണ്ട, പൈസ കുറച്ചിട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പൈസ കുറച്ചിട്ടും പൈസ കൂട്ടിയിട്ടും എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. The road, amazing road guys, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ കേരളത്തിൽ ഒരു ഹിൽ സ്റ്റേഷനൊക്കെ കയറി ചെല്ലൂലേ, അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ. വെൽക്കം ടു ഡാർജിലിംഗ്. അതായത് നമ്മൾ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിലോട്ട് കയറിയിട്ടുണ്ട്. കയറിയ പാടെ തന്നെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, എന്ത് ടോളൊക്കെ ഉണ്ട്. അപ്പോൾ ടോളിൽ എത്ര 20 രൂപ ചെറിയ എന്തൊരു പൈസ കൊടുത്തിട്ട് വേണം നമുക്ക് പോവാൻ. അതായത് നമ്മൾ പോകുന്ന കൊസാക്ക് എന്ന് പറഞ്ഞ സ്ഥലം 13 കിലോമീറ്ററും ഡാർജിലിങ്ങിലോട്ട് 45 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഞാൻ ആഴ്ചകൾ ചുരം പോലെ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇപ്പുറത്തൊക്കെ നല്ല നല്ല വില്ലേജുകളാണ് കാണുന്നത്. അതായത് ഇവിടെ എത്തുന്നവരെ ചൂടായിരുന്നു. ഈ ചുരം അങ്ങോട്ട് കയറി തുടങ്ങിയപ്പം നല്ലൊരു തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നത്. നമ്മൾ വയനാട്ടിലേക്ക് കയറില്ലേ, അതേ ഫീലിങ് എന്നാ വേണ്ട. ഇടുക്കിയിലോട്ട് കയറുന്നത് അതേ ഫീലിങ്. ഈ 2 സ്ഥലം പോലെ ഊട്ടിയും കുഞ്ഞി കുഞ്ഞി നല്ല നല്ല ഗ്രാമങ്ങൾ, അവിടെ ചെറിയ ചെറിയ വീടുകളും നല്ല അച്ചടക്കത്തോടെ ജീവിക്കുന്ന ആൾക്കാർ കേട്ടോ. ഭയങ്കര രസമുണ്ട്. റോഡൊക്കെ വളരെ ചെറുതാണ്. 2 വണ്ടിക്ക് കഷ്ടിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും. കുറേ കഫേസ് ഉണ്ട് കേട്ടോ. അതുപോലെ ചെറിയ ചെറിയ സ്ഥലത്ത് കുറേ കഫേസൊക്കെ ഇവരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ വരികയാണെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈബ് അടിച്ചിരിക്കാൻ പറ്റുന്ന കിട്ടില്ല സ്പോട്ട്. എല്ലാ വീടുകളും ഒരു നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെ മുന്നിലും പുറകിലും നോക്കി ഇങ്ങനത്തെ ലോറികളാണ് മൊത്തം പോകുന്നത്. അതായത് മേലെ വീട്, അതുപോലെ റിസോർട്ട്, ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാനുള്ള സിമെൻറ്റ്, മണ്ണ്, കല്ല്, ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ വണ്ടികളാട്ടോ. ഒരു 10-100 എണ്ണം പോകുന്നുണ്ടാവും. അത്രത്തോളം വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം മേലോട്ട് ഇങ്ങനെ പോവുക. മുന്നിലൊക്കെ തന്നെ ഈ ലോറി തന്നെ. ഒരു കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കണം. ഓരോ വണ്ടി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കയറുന്നത്. നമ്മളെ പുറകിലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക, ഒരു 4-5 കടകളൊക്കെ ഉള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വരുന്നുണ്ട്. അവിടെയൊക്കെ ഇവരെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ടൂറിസ്റ്റുകൾക്കുള്ള കഫേസും ചായക്കടയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഭയങ്കര രസം കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ. സോ ഗൈസ്, നമ്മളിങ്ങനെ ഉയരം കൂടി കൂടി വരികയാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് തണുപ്പും കൂടുന്നുണ്ട്. വ്യൂവും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. മേലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല കോട കാണുന്നുണ്ട്. താഴോട്ട് നമുക്ക് സിലിഗുരി കാണാം, പക്ഷേ എപ്പോഴും കാണാൻ കിട്ടത്തില്ല. പർട്ടിക്കുലർ ഏരിയയിൽ വെച്ചിട്ട് ഇങ്ങനെ സിലിഗുരി കാണാം. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് മേലെയുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ നല്ലോണം കാണാമെന്നാണ് പറയുന്നത്. എല്ലാം ഹോട്ടൽസും കഫേസുമാണ്. നമ്മൾ ചുരം ഇങ്ങനെ കയറി 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 റൗണ്ടിൽ ഇങ്ങനെ പോവാണ്. വിൻ്ററിൽ നല്ല ഇതായിരിക്കും, പിന്നെ തണുപ്പായിരിക്കും. ഇപ്പം മോസ്റ്റ് സമ്മറായിട്ടുള്ള ടൈം. ആ സമയത്ത് വരെ ഇവിടെ തണുപ്പാണ്. മെയ് മാസം അറിയാലോ, ആ സമയത്ത് വരെ ഇവിടെ സീ ഗൈസ് ഞാൻ പറയില്ലേ അവിടെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് ടോപ്പല്ല, ഇനിയും മേലോട്ട് പോവാം. നമ്മളൊരു മെയിൻ സ്പോട്ടിലെത്തിയിട്ട് വണ്ടി നിർത്തി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചുരം പോലെ കയറി 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 ആൾക്കാർ ഇങ്ങനെ മേലോട്ട് പോവാണ്. സോ നൈസ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ട്. ഇതിങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴോട്ടൊക്കെ പോട്ടോ. വാ,
It's okay, man. Not like Wayanad, right? It's very beautiful. സോ റിയലി അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫോണിൽ എടുത്തിട്ട് വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രസം മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും അടിപൊളിയാണ്. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ പിന്നെ സിലിഗുരി ആ ഒരു സൈഡാണ്. നമ്മളിതാ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞ് ഇനി നമ്മളിങ്ങോട്ട് വന്ന കൊർസാക്ക് റൈറ്റ് നമ്മളിങ്ങോട്ട് വന്ന കർസ്യോങ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടെങ്കിലേ മോശമല്ലേ. അപ്പോൾ അതിന് മേലോട്ട് അവിടെ നല്ലൊരു ബിഗ് സിറ്റി കാണുന്നുണ്ട്. ഞാൻ ഇത് ഫോണിലെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്താണ്. സോ ഗൈസ് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കൊർസാങ് എന്ന് പറഞ്ഞ സ്ഥലം. ഇതൊക്കെ ട്രെയിൻ പാളം പോകണത് എന്താ, അതായത് ഇവിടെ സിലിഗുരി ടു ഡാർജിലിംഗ് ട്രെയിൻ ഉണ്ട്. നല്ല ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ അതിലൊക്കെ കയറാൻ വേണ്ടി പറ്റും. നമ്മൾ കൊർസാങ് ടൗണിൽ എത്തിയിട്ടുണ്ട്. ഒരു ഹില്ലി ഏരിയയിലുള്ള ഒരു ടൗണാണിത്. ഡാർജിലിംഗ് ഒക്കെ പോലെ തന്നെയാണ് ഇതും. വാ നൈസ് ഗൈസ്, വെരി നൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി നൈസ്. ആൻഡ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് നേപ്പാളീസാണ് കേട്ടോ. അതായത് നേപ്പാളീസ് മീൻസ് നേപ്പാളിലുള്ള ആൾക്കാരല്ല, അതായത് നേപ്പാളി ലാംഗ്വേജ് അവരെ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവരും നമ്മൾ നേപ്പാളീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. അതായത് ഇന്ത്യക്കാരായ നേപ്പാളി സംസ്കാരം ഇപ്പോഴും ഇങ്ങനെ എന്താണ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. എന്തായാലും അടിപൊളി ഗൈസ്, സോ നൈസ്. ഇന്നത്തെ ട്രിപ്പ് വെറുത്തായി, കാരണം അടിപൊളി കാഴ്ചകളും ഇതൊക്കെയായിരുന്നു. നമ്മൾ വന്ന റോഡ് നമുക്ക് ബേക്കിൽ ഇങ്ങനെ കാണാം. കൊർസാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കൊർസാങ് ട്രെയിൻ സ്റ്റേഷൻ, കൊർസാങ് റെയിൽ സ്റ്റേഷൻ. ഇതാണ് ട്രെയിൻ വരുന്ന സ്ഥലത്താ. ചെറിയൊരു ഏരിയ അത്രേ ഉള്ളൂ. ടൗണ് ഇങ്ങനെ ഇടുങ്ങി കിടക്കുന്ന ഒരു ടൗണാട്ടാ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാനൊന്ന് മൈക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് എത്രത്തോളം സൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല രീതിയിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്ത് പറയാൻ, നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ പോരെ, രസമല്ലേ. വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ പോയാലില്ലേ നമ്മൾ. ഇവിടെ വന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് കിട്ടൂല. നമ്മൾ മേലോട്ട് പോയി താഴോട്ട് വന്ന് വീണ്ടും മേലോട്ട് വന്ന് താഴോട്ട് വരുന്നു, പക്ഷേ പാർക്കിംഗ് എവിടെയും കിട്ടൂല. അപ്പോൾ നമ്മൾ പാർക്കിംഗ് കിട്ടുമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇതാ കുർസോങ് എന്ന് പറഞ്ഞ ഈ ടൗണിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. നടക്കാനാണ് ഇവിടെ ഏറ്റവും സുഖം കേട്ടോ. ട്രെയിൻ പാലത്തിൽ കൂടെ നടക്കുക, അതൊരു വേറെ വൈബ് തന്നെയാണ്. വേറെ എവിടെയും കിട്ടുമോ? കിട്ടൂല. വിത്ത് ട്രെയിൻ പാളം. അപ്പം നമ്മളിപ്പോൾ ഒരു ചായയും മോമൊക്കെ പിന്നെ കഴിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. ഏതൊരു ഫേമസ് ഷോപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം പോയി നോക്കാം കേട്ടോ. Siliguri, you won't get this because people don't eat beef so much. ഒറിജിനൽ ബീഫ് കൗ. ഓക്കെ ഗൈസ്, ഇവിടെ സിലിഗുരിയിൽ ഇത് കിട്ടൂല, ഇതിവിടെ കിട്ടും. ദിസ് ഈസ് ബീഫ്. So it's only available in You get beef in the town, but I mean you get beef also, but you won't get it in the shops. No one sells like beef. Mongsogan like kali chicken ni big. This is very nice, very nice. So what's the name of this? Beef chili. Yeah. Chicken chili. തുപ്പ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. Chicken chili is nothing. From today onwards, beef chili my favorite. തുപ്പ, അതായത് നൂഡിൽസ്. ദിസ് ഈസ് ബീഫ് ഓൾസോ. This bowl order lady right? खाली कोण होला देतो ना मित्र. They go 1 2 3. Ekta mangi lo de phir. I think they forgot to put salt. Salt is there. No salt. Bro, this food khao. खाऊ दो. नहीं नहीं खावे खावे. No, share man. No, have the I don't share food. I just how man one can. What is just it? No, I can't eat food man. Wina. bro, you won't eat like this always, so just eat. This is my first time, bro. Raju, Don't want to spoil it. Yeah, first time. bro, Raju. have this chutney. Really?
chutney. This is not spicy. Why are you You gay? mix little bit and then put in the soup. Really? This is pure beef. So guys, tupa is here. TSUPA. Yeah, something like that. Okay, this is beef tupa. Oh man. My type, guys, my type. So this is Oh, see, noodles. I got the wrong spoon. And this is the chutney. This is Nepali chutney or? Yeah, you need normal chutney. Limau kalau lagi. Huh? Limau kalau lagi. Oh, guys. Baik. It looks so appealing. No, actually they forgot to put salt, man. No. They don't put salt. You have Really? to put on your own Because taste. As per the taste only they put. Oh, okay, tupa, no tupa. Momo Momo, is right. momo. What beef lah ni nanti. Full orang ada malah. No, don't tell tupa. I don't eat this No, much. no, you eat like Oh, no. No, eat. This is Apa beef ya? momo. Please Right. eat, bro. It's okay. Guys, Guys, today full fire, finally, man. Beef Try momo. the tuba. This beef momo. Both. Yeah, This beef. is again my favorite, guys. Oh, it's very good. See, I've even this is not like soup chow, right? No. This is very different. Anki masala churayo. Kamu enak. No, they're using some kind of masala. It's very. Here everything is good. Good. Tupu, momo, and beef. Okay, guys, time to try the momo. We're not in a hurry. വയറും മനസ്സും നിറഞ്ഞു, നല്ല ഫുഡ്, നല്ല സെറ്റപ്പ്. ഞങ്ങൾ തിരിച്ച് സിലിഗുരിക്ക് പോവാണ്. പക്ഷെ പോകുന്ന വഴി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന വഴിയല്ല, കുറച്ചും കൂടി ഹൈലി റിസ്ക് ആയിട്ടുള്ള പങ്കാവൻ വഴി എന്ന് പറഞ്ഞ ഒരു വഴിയുണ്ട്. പങ്കാവൻ വഴിയല്ല, പങ്കാവൻ റോഡ്. ആ റൂട്ട് കൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ. സോ ബൈ. സോ ഗൈസ്, തിരിച്ചു പോകുന്ന റോഡ് വേറെ തന്നെ ഒരു രസം കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ചു പോയിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോകാനാണ്. ഞങ്ങൾ ഇന്നലെ അവിടുന്ന് തിരിച്ചു വന്ന് നേരെ ഫുട്ബോൾ കളിക്കാൻ പോയി. പിന്നെ എന്താ പറയുക, കിടന്നുറങ്ങിപ്പോയി. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ വിഷമത്തോടെ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. ഞാനും അക്കീറും സെപ്പറേറ്റ് ആവാൻ വേണ്ടി പോവാണ്. കാരണം എനിക്കെൻ്റെ പാസ്പോർട്ട് കിട്ടി ഇന്നലെ വൈകിട്ട് ഭൂട്ടാനിലോട്ട് പോകാൻ. അക്കീറിൻ്റെ ഐഡൻറ്റി കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ വി ആർ ക്വിറ്റിംഗ്. സോ അക്കീർ വിൽ ബി alone and me will be alone. What is the passport issue? So see you from where we can see Guwahati? Guwahati. Already from Guwahati. Okay. Best of luck for your Bhutan journey. സോ ഞാൻ ഒറ്റയ്ക്ക് ഭൂട്ടാനിൽ പോവാണ്. അക്കീർ ഗുവാഹത്തിയിൽ എന്നെ വെയിറ്റ് ചെയ്യും. കാരണം കേരളത്തിൽ നിന്ന് സിലിഗുരി വരെ എൻ്റെ പാസ്പോർട്ട് എത്തി. ബട്ട് നാഗാലാൻഡിൽ നിന്ന് സിലിഗുരിക്ക് ഇതുവരെ പാസ്പോർട്ട് എത്തിയിട്ടില്ല. സോ അക്കീർ, താങ്ക് യു സോ മച്ച് ഫോർ ലാസ്റ്റ് 23 days. No problem. And thank you so much for riding for the last 2 days. But the funny thing, I took the jeep, okay? You come by bus. Train. അപ്പം പുള്ളി ട്രെയിനിൽ വരും, ഞാൻ ബൈ ജീപ്പ് എടുത്തിട്ട് ഭൂട്ടാൻ, ദെൻ ഗുവാഹത്തി. When you are leaving from here? Tomorrow? You book the train? No. I think I'll take direct from the station. Okay. Oh, general. Okay. No money. No money. Your luggage, ഇവൻ്റെ ലഗേജ് ഒക്കെ ഞാൻ എടുക്കും. I took So guys, അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അക്കീറിൻ്റെ ഐഡൻറ്റി കാർഡ് ഇന്നും കൂടി കിട്ടും. അതുകൊണ്ട് ഞാനും അക്കീറും നാളെ വിൽ ഗോ ഭൂട്ടാൻ ടുമാറോ, റൈറ്റ്? I think your identity card will get today. I think. Yeah. So guys, evening. So guys, we'll see you in Bhutan tomorrow. Okay.